ഈ വലിയ ട്രക്ക് നല്ല ലോഡുമായി ഇറക്കം ഇറങ്ങി പോകുമ്പോൾ, അല്ലെങ്കിൽ ഇറക്കം ഇറങ്ങിയ ശേഷം നമ്മൾ നിർത്തി ടയറൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. ടയർ പൊട്ടി വളരെ അപകടമുണ്ടാവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. നമസ്കാരം കൂട്ടുകാർ, ഇന്നത്തെ വീഡിയോയിൽ കുറേ പ്രധാനപ്പെട്ട സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ വലിയ ട്രക്ക് ഓടിക്കുന്നവരാണെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ വിദേശത്തോ ട്രailer പോലുള്ള വലിയ ട്രക്കുകൾ, ലോഡും കൊണ്ടുപോകുന്ന വണ്ടികൾ, വലിയ ഇറക്കമൊക്കെ ഇറങ്ങിപ്പോകും നല്ല ലോഡുമായിട്ട്. അപ്പോൾ ഇടയ്ക്ക് അപ്പൊക്കെ ചൂടാവും. അപ്പോൾ അപ്പ് ചൂടാകുമ്പോൾ നമ്മൾ റെസ്റ്റ് കൊടുക്കും. അപ്പോൾ ഉടനെ നമ്മൾ ടയർ ചെക്ക് ചെയ്യാനായിട്ട് ഓടി ടയറിൻ്റെ അടിയിലേക്ക് കുനിഞ്ഞ് നോക്കാൻ പോകും. അങ്ങനെ ചെയ്യരുത്, ടയർ പൊട്ടും. കാര്യം ചൂടായിരിക്കുന്ന സമയത്ത് ടയർ പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. തണുത്തിട്ട് പോയി നോക്കുക. കുറച്ച് അരമണിക്കൂർ നിങ്ങൾ റെസ്റ്റ് കൊടുക്കുക. കാര്യം ഇറക്കം ഇറങ്ങി നല്ല ലോഡുമായിട്ട് ഇറക്കം ഇറങ്ങും. ഇന്ത്യയിലൊക്കെ എനിക്കറിയാം നല്ല ലോഡൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 40 ടണ്ണ് 50 ടണ്ണൊക്കെ, ചിലപ്പം അതുപോലെ 60 ടണ്ണൊക്കെ ട്രailerൊക്കെ നല്ല ടണ്ണുകൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ കാറ്റൊക്കെ 150, 160, 170 അവർ ടയറിൽ കാറ്റെടുക്കും. അത് ഭയങ്കര കൂടുതലാണ്. കാര്യം ഓട്ടത്തിൽ ചൂടാകുമ്പോൾ കാറ്റ് കൂടാനും കുറയാനും ഓട്ടോമാറ്റിക്കലി ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ടയറൊക്കെ പെട്ടെന്ന് പോയി ചെക്ക് ചെയ്യും. നമ്മൾ ജസ്റ്റ് കമ്പി കൊണ്ടൊക്കെ അടിച്ച് നോക്കും എയറൊക്കെ ഉണ്ടോയെന്ന്. അത് ഡേഞ്ചറസ് ആണ്, പൊട്ടാൻ ചാൻസ് ഉണ്ട്. ബ്ലാസ്റ്റ് ആയാൽ പിന്നെ നമ്മുടെ ജീവിതം പോയി. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യരുത്. വണ്ടി തണുക്കട്ടെ, എവിടെയെങ്കിലും മാറ്റി, അപ്പ് ചൂടായാൽ എവിടെയെങ്കിലും മാറ്റി ഇടുക. കാര്യം ഓവർലോഡൊക്കെ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ത്യയിലൊക്കെ. ഓവർലോഡെന്ന് വെച്ചാൽ നമുക്കങ്ങനെ കൊണ്ടുപോയേ ഒക്കത്തുള്ളൂ ചില ലോഡുകൾ. അപ്പോൾ നമ്മൾ കാറ്റ് കൂടുതലടിക്കുമ്പോൾ നല്ല വണ്ടി ഓടി ഇറക്കം ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ലോങ് ഓടുമ്പോൾ ടയർ ചൂടാകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ടയറിന് റെസ്റ്റ് കൊടുക്കുക. ചൂടായ ടയർ, പുക വരുന്ന ടയർ പെട്ടെന്ന് ഇറങ്ങി നോക്കരുത്, ദൂരെ നിന്നേ വീശിക്കാവും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. അതുപോലെ കൂട്ടുകാരെ, നമ്മൾ ടയർ നിറയ്ക്കുന്നിടത്ത് വർക്ക്ഷോപ്പിൽ, ടയർ ഷോപ്പിലൊക്കെ പോയി ടയർ നിറയ്ക്കും, അല്ലെങ്കിൽ എയർ അടിക്കുന്ന സമയത്തൊന്നും അടുത്ത് പോയി നിൽക്കണം. ഒരു സേഫ്റ്റി ആയിട്ട് നമ്മൾ ദൂരെ നിൽക്കുക. കാര്യം നമ്മുടെ ടയർ എത്ര പുതിയതാ പഴയതാണെന്ന് നമുക്കേ അറിയത്തുള്ളൂ. അപ്പോൾ അറിയാത്ത പിള്ളേരൊക്കെ ചിലപ്പോൾ കാറ്റടിക്കും, അറിയാത്ത അവിടുത്തെ ലേബറൊക്കെ കാറ്റടിക്കും. അപ്പോൾ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ചേലകൾ കാറ്റടിക്കും, കൂടിപ്പോവും. ഞാൻ കണ്ടിട്ടുണ്ട്, കാറ്റൊക്കെ വെച്ചിട്ട് അവരെ വേറെ ഏത് ടയറിൽ കഴിക്കാൻ പോകും. അങ്ങനെ ചിലപ്പോൾ ബ്ലാസ്റ്റ് ആവും. ടയറിനടുത്ത് കാറ്റ് നിറയ്ക്കുമ്പം പോയി നിൽക്കരുത്, അപകടം ഉണ്ടാവും, നമ്മുടെ ലൈഫ് തന്നെ കൊലാപ്സ് ആവും. അതുപോലെ ഈ സൗദിയിലൊക്കെ കാറ്റ് കുറച്ചാണ് പൊതുവെ അടിക്കുന്നത്. കാര്യം ലോഡ് കൂടിപ്പോയ 25, മാക്സിമം 28 ലോഡൊക്കെ അവർ കയറ്റാറുണ്ട്. 25 ഇവിടുത്തെ കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് അത്ര ലോഡില്ല. എങ്കിലും സൗദിയിൽ നമുക്ക് ഒത്തിരി ഓടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓടിക്കഴിയുമ്പോൾ നമ്മൾ ഉടനെ എവിടെയെങ്കിലും വണ്ടി നിർത്തി 200 കിലോമീറ്റർ 300 കിലോമീറ്റർ നിർത്തണം. കാര്യം നല്ല ചൂടാകുമ്പോൾ ടയറിന് റെസ്റ്റ് കൊടുത്തേ പറ്റൂ. അപ്പോൾ നിർത്തുമ്പോൾ ഓടിപ്പോയി കമ്പി വെച്ച് ടയർ അടിച്ച് നോക്കാം. നിർത്തി നമ്മൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോൾ ഇറങ്ങി ടയറൊക്കെ നോക്കുക. ഓടിച്ചെന്ന് നമ്മൾ പെട്ടെന്ന് ടയറിൻ്റെ അടുത്ത് പോയി നിൽക്കരുത്. ചൂടായിരിക്കുന്ന ടയർ ബ്ലാസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാര്യം എയർ നമ്മളൊരു പക്ഷേ 130, 120 അടിച്ചായിരിക്കും ഓടിക്കും. ഇത് കൂടിയും കുറയൊക്കെ ചെയ്യും ഓട്ടത്തിൽ. അപ്പോൾ ദൂരെ നിന്ന് വീശിക്കുക. ഓക്കെ, അപ്പോൾ ടയറിന് കമ്പനി പറയുന്ന ആ എയർ 130 140 125 ആ പ്രഷർ, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന ലോഡിന് വേണ്ട പ്രഷർ മാത്രം ടയറിന് കാറ്റടിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക്. എനിക്ക് ഫേസ്ബുക്ക് പേജ് കൊണ്ട് കൂട്ടുകാരെ, അതൊന്ന് ഫോളോ ചെയ്താട്ട്. ഓക്കെ, പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.